ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റിലേക്ക്, ആ ഒരു ഷോർട്ട് ടൈം ടാർഗറ്റിലേക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു $US പെയറിലുള്ള വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു ചാർട്ടിൽ നമ്മൾ 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിൻ്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നതായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിൽ പല സമയത്തും, അതായത് പല ക്രാഷുകളിലും ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2015 ഈ ഒരു ക്രാഷിൽ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജ് ആണ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ആയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ 2018 ക്രാഷിലും നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് 2020 ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ഈ ഒരു 2022 ക്രാഷിൽ പ്രൈസ് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിന് താഴേക്ക് പോയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കുറച്ച് ആഴ്ചകളിലെ ക്യാൻഡിൽ, കുറച്ച് വീക്ക്ലി ക്യാൻഡിൽസ് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിന് താഴെയായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചകളിലെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിന് മുകളിലാണ് 2 ക്യാൻഡിൽസും ക്ലോസ് ചെയ്തിട്ടുള്ളത്. 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിന് താഴെ നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രൈസ് റിജക്ഷൻ അവിടെ കിട്ടിയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ലോ ഷെഡോസ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ എന്ന് പറയുന്നത് 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിന് മുകളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിട്ട് തന്നെ ഇവിടെ ഫോം ആവുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഒരു 6 ദിവസം കൂടി ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവാനായിട്ട്. കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ നല്ല രീതിയിലുള്ള റിജക്ഷൻ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് അവറേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അത് ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിലായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ബൈയിങ് പ്രഷർ നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ലോ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളിലെ വീക്ക്ലി ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് പറ്റുന്നത്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഞാനിപ്പോൾ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഞാൻ നമ്മുടെ CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഒരു മന്ത്ലി CPR ആണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഇതാ ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. 24K ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടാർഗറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു 24K അവിടെ ഹിറ്റ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. 24,127 എന്ന് പറയുന്ന ഒരു പ്രൈസിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഫോളോ ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു മന്ത്ലി CPR നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ CPR ലെവലും അതുപോലെ തന്നെ ഈ ഒരു ബോട്ടം CPR ലെവലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് സോൺ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് 21K മുതൽ 22K വരെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്തുകൊണ്ടാണ് ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ CPR ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൃത്യമായിട്ട് ഒരു പരാബോളിക് ലൈൻ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പരാബോളിക് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു പരാബോളിക് പാറ്റേണിൽ ഒരു സപ്പോർട്ട് പ്രൈസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഏരിയയിലായിരിക്കും. ഒരു 21K മുതൽ 22K വരെയുള്ള ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് ഒരു സപ്പോർട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ രീതിയിൽ പ്രൈസ് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. എന്നാൽ പ്രൈസ് ഈ ഒരു പരാബോളിക് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ ഒരു പരാബോളിക് ലൈനിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, സൈഡ് വേസ് ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് നമ്മൾ ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഒരു പരാബോളിക് ലൈനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് അവിടേക്ക് കിട്ടുമ്പോൾ മാത്രം നമ്മൾ ആ കാര്യങ്ങൾ സംസാരിച്ചാൽ മതി. ഇപ്പോൾ കറൻ്റ്ലി ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംസാരിക്കാം. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മുടെ മന്ത്ലി ടാർഗറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങളും ഞാൻ ഈ മാസം സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPR ലെവൽ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, മന്ത്ലി CPR ലെവൽ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഈ മന്ത്ലി CPRലെ മന്ത്ലി R1 ആയിട്ടുള്ള 25K ആയിരിക്കും നമ്മുടെ ഈ മാസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ മാസം നമ്മൾ 25Kയിലേക്ക് പ്രൈസ് എത്തും എന്നുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത്, അതായത് ഓഗസ്റ്റ് 5-ാം തീയതിയിലെ ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുൻപ് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഡെയിലി ക്യാൻഡിൽസ് എല്ലാം തന്നെ വളരെ ലോ മൊമെൻറ്റം ക്യാൻഡിൽസ് ആണ്. ആൻഡ് ഇവിടെ നല്ലൊരു മൊമെൻറ്റം കയറി വരുന്നുണ്ട്. സോ അതൊരു ബുള്ളിഷ് സൈൻ ആണെന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈസ് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷ് ആയിട്ട് പ്രൈസ് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ടുള്ള ആ ഒരു 24K ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ
കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാനൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോവാണ്. ആൻഡ് ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ, ഒരു ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഒരു നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഇവിടെ ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു നെക്ക് ലൈൻ, ദെൻ വീണ്ടും ഇവിടെ ഒരു ഹെഡ് റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ഇവിടെ നിന്ന് ഈ രീതിയിൽ ഈ ഒരു നെക്ക് ലൈനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാർഗറ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു 24,659 എന്ന് പറയുന്ന ആ ഒരു ലെവലായിരിക്കും നമുക്കൊരു ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിട്ട് വരും. ഈ ഒരു ലെവലാണ് നമ്മുടെ ടാർഗറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ആ ഒരു ടാർഗറ്റ് ഏകദേശം ഇവിടെ ഹിറ്റ് ആവാറായിട്ടുണ്ട്, കുറച്ചുകൂടെ ഉള്ളൂ. സോ നിങ്ങൾ ഇപ്പോൾ ഓടിപ്പോയിട്ട് ഈ ഒരു ട്രേഡ് എടുക്കാതിരിക്കുക, കാരണം ഓൾറെഡി ആ ഒരു ടാർഗറ്റ് ഏരിയ റീച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഒരു റീട്രേസ്മെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് 4 hour ടൈം ഫ്രെയിമിലും കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാനൊരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ അവിടെ കാണിച്ചു തരാം. ഈ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടുന്നുണ്ട്. സോ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് പ്രൈസ് ഈ രീതിയിൽ ഈ ട്രയാങ്കിൾ പാറ്റേണിനകത്ത് തന്നെയാണ് പ്രൈസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിലാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു 25K എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലി ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25K എന്ന് പറയുന്ന നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിലായാലും ഡെയിലി ടൈം ഫ്രെയിമിലായാലും 4 hour ടൈം ഫ്രെയിമിലായാലും നമുക്ക് അത്യാവശ്യം ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.